എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. പല സമയങ്ങളിലും നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലേ. എനിക്ക് ചില കാര്യങ്ങളിൽ പ്രത്യേകിച്ച് അങ്ങനെ കഴിവുകളൊന്നുമില്ല, എനിക്ക് എന്തൊക്കെയോ പോരായ്മകളുണ്ട്, പരിമിതികളുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മളോട് തന്നെ പറയാറില്ലേ. ഒരുപക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ആലോചിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്, അതോർത്ത് സങ്കടപ്പെടാറുണ്ട്, മനസ്സ് വല്ലാതെ അസ്വസ്ഥമാവാറുണ്ട് അല്ലേ. ഒരുപക്ഷെ നമ്മളോട് തന്നെ പറയുന്ന കാര്യങ്ങൾ മാത്രമാണെന്നില്ല, നമ്മളെ ചുറ്റുമുള്ള ആളുകളും നമുക്കറിയുന്ന നമുക്ക് പരിചയമുള്ള ആളുകളുമൊക്കെ നമ്മളെ നോക്കി, നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടാവും, നിനക്ക് ചില കാര്യങ്ങളിൽ കഴിവില്ല, ചില കാര്യങ്ങളിൽ പോരായ്മകളുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നതിനെ കുറിച്ചാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയെ ഈ ലോകത്ത് നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെയുള്ള ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? എല്ലാം തികഞ്ഞ ഒരാളെ. ഇനി ഒരു വ്യക്തിയെ നമുക്ക് മാറ്റിയേക്കാം. വ്യക്തികൾക്കപ്പുറം ഈ ലോകത്തിലെ ഏത് കാര്യം നോക്കിക്കഴിഞ്ഞാലും, ഏത് ജീവജാലങ്ങളെ നോക്കിക്കഴിഞ്ഞാലും, ഏത് ജീവി വർഗത്തെ നോക്കിക്കഴിഞ്ഞാലും, ഏത് വസ്തുക്കളെ നോക്കിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെ നോക്കിക്കഴിഞ്ഞാലും അതിനെല്ലാത്തിനും ചില ക്വാളിറ്റീസ് ഉണ്ടാവും, ചില പോരായ്മകൾ ഉണ്ടാവും അല്ലെ. എല്ലാ ജീവജാലങ്ങളും ഒരുപോലെയാണോ? അല്ല. ചില പ്രത്യേകതകൾ ഓരോ ജീവജാലങ്ങൾക്കുമുണ്ട്, ഓരോ ക്വാളിറ്റീസും ഉണ്ട് അതിന് അല്ലെ. അതുപോലെ തന്നെ ഒരുപാട് പോരായ്മകളും അതിനുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള വസ്തുക്കൾക്കായിക്കോട്ടെ, വാഹനങ്ങളൊക്കെ ഇഷ്ടംപോലെ കാണാറില്ലേ. ഒരുപാട് വാഹനങ്ങളുണ്ട്. നിങ്ങളൊരു കാറ് വാങ്ങാൻ പോകുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറില്ലേ? എന്തുകൊണ്ടാണ്? എല്ലാം തികഞ്ഞ ഒരു കാറൊന്നും ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അവിടെ എല്ലാ വാഹനങ്ങൾക്കും ചില പോരായ്മകൾ ഉണ്ടാകും, ചില നല്ല ക്വാളിറ്റീസും ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് പറ്റിയത് ഏതാണെന്ന് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യാറുള്ളത്. നമ്മളൊന്ന് കിച്ചണിലേക്ക് വന്നു നോക്കിയേ, വീട്ടിൽ അവിടെ എല്ലാ പാചകവും ചെയ്യാൻ ഒരു പാത്രമാണോ? അല്ല. ഒരുപാട് പാത്രങ്ങൾ അവിടെ ഉണ്ട് അല്ലേ. കാരണം എല്ലാം ഒരു പാത്രത്തിൽ നമുക്കൊരിക്കലും പാചകം ചെയ്യാൻ പറ്റില്ല. അതായത് എല്ലാം തികഞ്ഞ ഒന്നും, അത് വസ്തുക്കളായാലും ശരി, വ്യക്തികളാണെങ്കിലും ശരി, മനുഷ്യനിർമ്മിതമായിട്ടുള്ള മറ്റു ഉപകരണങ്ങളാണെങ്കിലും ശരി, മറ്റ് ജീവജാലങ്ങളും ജീവിവർഗങ്ങളുമാണെങ്കിലും ശരി, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ചില ക്വാളിറ്റീസും അതിൻ്റെതായിട്ടുള്ള ചില പോരായ്മകളും ന്യൂനതകളും എല്ലാത്തിനും ഉണ്ട്. ഈ തിരിച്ചറിവ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിജയത്തിലേക്കുള്ള യാത്ര കുറെ കൂടി എളുപ്പമാക്കാൻ നമുക്ക് കഴിയും. കാരണം നമ്മൾ പലപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ പ്രശ്നങ്ങളിലേക്കാണ്, നമ്മുടെ പോരായ്മകളിലേക്കാണ്, നമ്മുടെ എന്തെങ്കിലുമൊക്കെയുള്ള അപാകതകളിലേക്കാണ് നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകള്, നമ്മുടെ ജീവിതം ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കഴിവുകളെ നമ്മൾ പലപ്പോഴും കാണാൻ കഴിയാതെ പോകുന്നത്. ഇനിയെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഒരാളെ കുറിച്ചും മോശമാണ് അല്ലെങ്കിൽ അയാൾക്ക് കഴിവില്ല എന്ന് പറയാൻ പാടില്ല. കാരണം എല്ലാവർക്കും കഴിവുകളുണ്ട്, എല്ലാവർക്കും പോരായ്മകളുണ്ട്. കഴിവില്ല എന്ന് പറയുന്ന ആളുകൾക്ക് പോലും ചില പോരായ്മകളുണ്ട്. മറ്റുള്ളവരെ നോക്കി കഴിവില്ല എന്ന് പറയുന്നത് പോലും ഒരു പോരായ്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു ചെറിയൊരു ഉദാഹരണം നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടില്, നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നമ്മുടെ പല കുട്ടികളെയും കാണാറില്ലേ. ചില കുട്ടികൾ വളരെ ആക്റ്റീവായിട്ടുള്ള, വളരെ വൈബ്രേറ്റ് ആയിട്ട് കുട്ടികളായിരിക്കും അല്ലേ. ഒരുപക്ഷെ പറഞ്ഞാലൊന്നും കേൾക്കില്ല, കുരുത്തക്കേടാണെന്ന് പറഞ്ഞ്, അത് അവരുടെ പോരായ്മയാണെന്ന് പറഞ്ഞ് നമ്മൾ നടക്കാറുണ്ട്. ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആ കുട്ടികളൊക്കെ ശ്രദ്ധയില്ലാത്ത കുട്ടികളായിരിക്കും. ചിലപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു ഒന്നും കേൾക്കില്ല, ചിലപ്പോൾ അക്കാദമിക്കലായിട്ട് വലിയ താല്പര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ അവരെ പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികളാണെന്ന് പറഞ്ഞ്, അവർക്ക് പഠിക്കാൻ കഴിവില്ല എന്ന പോരായ്മയുണ്ട് എന്ന് ചിന്തിച്ച് അവരെ കുറ്റപ്പെടുത്താറുണ്ട് അല്ലെ, അവരെ മാറ്റി നിർത്താറുണ്ട്, അവഗണിക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികൾ ചില കാര്യങ്ങളിൽ അസാധ്യമായിട്ട് പെർഫോം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഈ സ്പോർട്സിലൊക്കെ എത്തിപ്പെടുന്നത് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള വൈബ്രേറ്റ് ആയിട്ടുള്ള ഓടിച്ചാട് നടക്കുന്ന കുട്ടികളായിരിക്കും അല്ലെ. ഈ ആർമിയിലൊക്കെ എത്തിപ്പെടാൻ വളരെ പെട്ടെന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്ന കുട്ടികളാണ് അവരൊക്കെ. അങ്ങനെയുള്ള കുട്ടികൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ വളരെ പെട്ടെന്ന് പാസ്സാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അപ്പോൾ കാരണം അത്രയ്ക്കും എനർജറ്റിക് ആണ്, അതിനുള്ള ക്വാളിറ്റീസ് ആണ്, അങ്ങനെയുള്ള മേഖലകളിൽ വിജയിക്കാനുള്ള ക്വാളിറ്റീസ് ആണ് ആ കുട്ടികൾക്കുള്ളത്. അവരോട് ഒരു സ്ഥലത്ത് പോയിട്ട് അടങ്ങി ഒതുങ്ങി ഇരുന്നിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ചെയ്യാൻ പറ്റില്ല. കുറച്ച് സമയം ചെയ്തു കഴിഞ്ഞാൽ അവരെ എഴുന്നേറ്റ് പോകും അല്ലെ. നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക, വളരെ ഗ്ലൂമി ആയിട്ടുള്ള, അധികം ആരോടും സംസാരിക്കാതെ വളരെ സൈലന്റ് ആയിട്ടുള്ളൊരു കുട്ടിയെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക. അവര്
നമ്മൾ ഈ പറയുന്നത് പോലെ സ്പോർട്സിനോടോ അല്ലെങ്കിൽ മറ്റുള്ള ഇതുപോലുള്ള ജോലികളോടോ അല്ലെങ്കിൽ കാര്യങ്ങളോടോ ഒന്നും വലിയ താല്പര്യം അവർക്ക് ഉണ്ടാവില്ല. പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് സമാധാനത്തോടുകൂടി നീ അവിടെ ഇരുന്ന് ചെയ്തോന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരവിടെ ഇരുന്ന് ചെയ്യും. കാരണം അത്രയ്ക്കും ക്ഷമയോടുകൂടി ചെയ്യാൻ അവർക്ക് കഴിയും. പക്ഷെ നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ള കുട്ടികൾ എന്താ പറയുന്നത്, അധികം എനർജറ്റിക് അല്ലാതെ ആക്റ്റീവ് അല്ലാതെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന കുട്ടികളെ പലപ്പോഴും പറയാറുണ്ട് അവര് വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളാണെന്നല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു കുട്ടികളെയെന്നല്ല ഒരാളെയും ഒരു വസ്തുക്കളെയും എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഒന്നിനെയും നമ്മൾ കഴിവുള്ളത് കഴിവില്ലാത്തത് പോരായ്മയുള്ളത് പോരായ്മയില്ലാത്തത് എന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും വിലയിരുത്താൻ പാടില്ല. കാരണം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു വലിയ യാഥാർത്ഥ്യം, നമുക്കുണ്ടാകുന്ന കഴിവുകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും നമ്മുടെ പോരായ്മകൾ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ചില പോരായ്മകൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കഴിവുകൾ ബിൽഡ് ചെയ്യപ്പെടുന്നത്. അത് സഹായിക്കുന്നുണ്ട്, നമ്മുടെ കഴിവുകളെ സഹായിക്കുന്നുണ്ട് നമ്മുടെ പോരായ്മകൾ. അതായത് കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ഈ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന കുട്ടികൾ എന്തുകൊണ്ടാണ് ഒരുപാട് സമയം അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്? കാരണം അവരുടെ പ്രകൃതം അങ്ങനെയാണ് അല്ലെ. അതൊരു പോരായ്മയാണ് എന്ന് നമ്മൾ കാണുമ്പോൾ അവർക്ക് ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഒരു ജോലി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള മേഖലകളിൽ അവർക്ക് അസാധ്യമായി പെർഫോം ചെയ്യാൻ കഴിയും. കാരണം അത്രയ്ക്കും ക്ഷമയോടുകൂടി ഇരിക്കാനുള്ള മനസ്സ് അവർക്കുണ്ട്. അപ്പോൾ ആ ക്ഷമയോടുകൂടി ഇരിക്കാനുള്ള മനസ്സ് എന്ന് പറയുന്നത് അവരുടെ കഴിവാണ്. പോരായ്മ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന അവർ വളരെ സൈലന്റ് ആയിട്ടുള്ള കുട്ടികൾ, അതൊരു പോരായ്മയല്ല, അവരുടെ കഴിവിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായിയാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന പോരായ്മ എന്ന് പറയുന്നത്. അപ്പോൾ കഴിവില്ലാത്ത കുട്ടികൾ എന്ന രീതിയിൽ നമ്മൾ ആരെയും വിലയിരുത്തരുത്. കഴിവില്ലാത്ത വ്യക്തികളെന്ന് പറഞ്ഞ് നമ്മൾ ആരെയും വിലയിരുത്താൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാളുടെ പോരായ്മയല്ല ഒരാളുടെ പരാജയത്തിന് കാരണമായി മാറുന്നത്, അയാളുടെ കഴിവുകളെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ്. കഴിവുകളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരാൾക്ക് അയാളുടെ പോരായ്മ, അയാളുടെ പരിമിതികളൊന്നും പ്രശ്നമല്ല. ഇവിടെ ഞാൻ ഇത്ര സമയവും പറയാൻ കാരണം പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പരിശ്രമിക്കേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഏതിനെയാണ് എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ പോരായ്മകളെയും നമ്മുടെ പരിമിതികളെയും കുറിച്ചാണ് കൂടുതലായിട്ടും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ പോരായ്മകളിലേക്കല്ല, നമ്മുടെ കഴിവുകളിലേക്കാണ് നമ്മുടെ മനസ്സും ചിന്തകളും ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മുടെ വീക്ക് പോയിന്റുകളിലേക്ക് നമ്മൾ ഒരിക്കലും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതില്ല. അത് റെഡിയാക്കാൻ കഴിയില്ല. നമ്മുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ കഴിയുമെന്ന വിശ്വാസം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്കൊരിക്കലും നമ്മുടെ സ്വഭാവം മാറ്റാൻ പറ്റില്ല. നമുക്ക് മാറ്റാൻ പറ്റുന്ന എന്താണ്? നമ്മുടെ ശീലങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും, പക്ഷേ സ്വഭാവങ്ങൾ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് വീക്ക് പോയിന്റുകൾ നമ്മുടെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും നമ്മുടെ ചിന്തകളുമായി ബന്ധപ്പെട്ടിട്ടും നമ്മുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും ഒക്കെ നമുക്ക് ഒരുപാട് പോരായ്മകളും പരിമിതികളും ഉണ്ടാകും. അപ്പോൾ ആ വീക്ക് പോയിന്റുകളിലേക്കല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, മറിച്ച് നമുക്ക് എന്തൊക്കെയാണോ കഴിവുകൾ ഉള്ളത് ആ കഴിവുകളിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയണം. അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോഴാണ് ആ കഴിവ് ബിൽഡ് ചെയ്യപ്പെടുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ ഗ്രാഫ് മെല്ലെ മെല്ലെ ഉയരുന്നത്. നമുക്ക് ചില ആളുകൾക്ക് ദേഷ്യം ദേഷ്യം ഒരു മോശമായ സ്വഭാവമായിട്ട് പലരും കാണാറുണ്ട്. പലപ്പോഴും ഇവരെ ദേഷ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കുറച്ചുകൂടി അടുക്കും ചിട്ടയും പങ്ക്ച്വാലിറ്റിക്കുള്ള ആളുകളായിരിക്കും പലപ്പോഴും കൂടുതലും ദേഷ്യപ്പെടുന്ന ആളുകൾ എന്ന് പറയുന്നത്. അവർക്ക് ഈ വീട്ടിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലെങ്കിലും അവർ ജോലി ചെയ്യുന്നിടങ്ങളിലാണെങ്കിലും ഒക്കെ കൃത്യനിഷ്ഠയും അതുപോലെ തന്നെ അടുക്കും ചിട്ടയും ഒക്കെ കൂടുതലുള്ള ആളുകളായിരിക്കും. അപ്പൊ ഇത് അടുക്കും ചിട്ടയൊന്നും ഇല്ലാത്ത സാഹചര്യം കാണുമ്പോൾ അവർ റിയാക്ട് ചെയ്യും, ദേഷ്യപ്പെടും. ആ ദേഷ്യപ്പെടുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടമാവില്ല. അപ്പോൾ ആ ദേഷ്യപ്പെടുന്നത് മോശമായ സ്വഭാവമാണെന്ന് മറ്റുള്ളവർ പറയുന്നു. പലപ്പോഴും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അയാൾക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനമുണ്ടെങ്കിൽ, ഒരു ബിസിനസ് സംരംഭം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയിട്ട് ഒന്ന് ചെന്ന് നോക്കിയാൽ മതി, കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരിക്കും. കാരണം എന്താണ്? കാരണം അയാളുടെ രീതി അതാണ്. എല്ലാത്തിനും അടുക്കും ചിട്ടയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അയാളുടെ വീട്ടിൽ ചിലപ്പോൾ എല്ലാവർക്കും ആ സ്വഭാവം ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ ആ സ്വഭാവം മാറ്റിയാൽ അയാളുടെ ബിസിനസ് പരാജയപ്പെടും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരാളുടെ പോരായ്മകളെ അയാളുടെ ക്വാളിറ്റീസിന്, അതായത് അയാളുടെ കഴിവുകളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പോരായ്മ എന്ന് പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിന് തുടച്ചു നീക്കാനൊന്നും നമ്മൾ വെറുതെ ശ്രമം നടത്തേണ്ടതില്ല. നമ്മുടെ എന്തെങ്കിലും സ്വഭാവം മറ്റുള്ളവരുടെ ജീവിതത്തെ വളരെ വളരെ മോശമായി ബാധിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ദേഷ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ചില അടുക്കും ചിട്ടയുമുള്ള ഒരു സ്വഭാവം അത് മറ്റുള്ളവരെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മറ്റുള്ളവരുടെ ചുറ്റുപാടുകളിൽ
കൺട്രോൾ ചെയ്യുക. അത് മാറ്റിയെടുക്കാൻ പറ്റില്ല. നമ്മുടെ സ്വഭാവം മാറ്റിയാൽ പിന്നെ നമ്മളില്ല. നമുക്കെല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള ചില സ്വഭാവ രീതികളുണ്ട്, നമ്മുടെ കാഴ്ചപ്പാടുകളുമായും നമ്മുടെ ചിന്തകളുമായിട്ടും ബന്ധപ്പെട്ടിട്ടുമൊക്കെ. അത് മാറ്റിയാൽ പിന്നെ നമ്മുടെ ക്വാളിറ്റീസ് കൂടിയാണ് നഷ്ടപ്പെട്ടു പോവുക. അതുകൊണ്ട് നമ്മുടെ വീക്ക് പോയിന്റുകളിലേക്ക് നമ്മൾ വെറുതെ എത്തി നോക്കേണ്ടതില്ല. അത് മാറ്റിയെടുക്കാൻ വേണ്ടി ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതില്ല. മറിച്ച് അതിന് പകരം നിങ്ങളുടെ ക്വാളിറ്റീസ്, നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണോ അതിനു വേണ്ടിയിട്ട് നമ്മുടെ സമയം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് അഭിനയിക്കാനൊക്കെ അറിയാമെന്ന് കരുതുക. എഴുതാനാണെങ്കിൽ ഒട്ടും അറിയില്ല. പക്ഷെ നിങ്ങൾക്കൊരു ദിവസം തോന്നുകയാണ് എനിക്കൊരു കഥ എഴുതണം അല്ലെങ്കിൽ ഒരു തിരക്കഥ എഴുതണം എന്ന് നിങ്ങൾ വിചാരിക്കുകയാണ്. നിങ്ങളുടെ വീക്ക് പോയിന്റ് ആണത്. എഴുതാൻ അറിയില്ല എന്നുള്ളത് നിങ്ങളുടെ വീക്ക് പോയിന്റ് ആണ്. നിങ്ങൾ എന്തിനാണ് വെറുതെ ആ സമയം ചെലവഴിക്കുന്നത്? നിങ്ങൾക്ക് അഭിനയിക്കാനുള്ള കഴിവാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൽ നിങ്ങൾ വിജയിച്ചു കൊണ്ടേയിരിക്കും. മറിച്ചോ, നിങ്ങൾക്ക് കഴിവില്ലാത്ത എഴുത്തിലേക്ക് നിങ്ങളുടെ സമയത്തെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് സമയം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുമെന്നല്ലാതെ അതിൽ നിന്ന് വലിയ കാര്യമായ ഗുണങ്ങളൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ വീക്ക് പോയിന്റുകളിലേക്കല്ല നിങ്ങളുടെ സമയം ചെലവഴിക്കേണ്ടത്, നിങ്ങളുടെ കഴിവുകളിലേക്കാണ്. അവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയങ്ങളും സന്തോഷങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉള്ളത് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഈ കുടുംബ ജീവിതങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സ്വഭാവം നമ്മുടെ ജീവിത പങ്കാളിക്കും ഉണ്ടാവണമെന്ന് നമ്മൾ വാശി പിടിക്കുമ്പോഴാണ്. നമ്മൾ ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, വിവാഹം കഴിക്കാൻ പോകുന്നവരുണ്ടെങ്കിലും വിവാഹം കഴിച്ചവരാണെങ്കിലും, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരാളായിരിക്കണം നിങ്ങളുടെ ജീവിത പങ്കാളി എന്ന് നിങ്ങൾ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സത്യത്തിൽ വിവാഹം കഴിക്കാൻ അർഹതയില്ലാത്തവരാണ് എന്നുള്ളതാണ്. കാരണം മറ്റുള്ളവരുടെ പോരായ്മകൾ കൂടി അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വിവാഹം കഴിക്കേണ്ടതുള്ളൂ. അല്ലാതെ എന്തിനാണ് വെറുതെ ജീവിതകാലം മുഴുവൻ ആ പ്രശ്നങ്ങൾ നമ്മുടെ തലയ്ക്ക് ഭാരമായി കൊണ്ടു നടക്കുന്നത്? കാരണം എല്ലാ വ്യക്തികൾക്കുമുണ്ട് കഴിവുകളും പോരായ്മകളും. ഇത് രണ്ടും കൂടി മനസ്സിലാക്കി അത് രണ്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും എന്ന് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ഒരു കുടുംബ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കാരണം രണ്ടുപേരും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതികളും ശൈലികളും കാഴ്ചപ്പാടുകളും ചിന്തകളും സ്വഭാവങ്ങളും ഒക്കെയുള്ള ആളുകളായിരിക്കും. അതെല്ലാം ഉൾക്കൊള്ളുവാൻ കഴിയുമ്പോൾ മാത്രമാണ്, അതിനോട് പൊരുത്തപ്പെടാൻ കഴിയുമ്പോഴാണ് ആ ദാമ്പത്യ ജീവിതം സുന്ദരമാക്കാനാവുന്നത്. ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അത് ഈ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ കൊണ്ടാണ്, ഈ പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ ഇല്ലാതെ കൊണ്ടാണ്. തന്റെ ജീവിത പങ്കാളിയുടെ പോരായ്മകൾ കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളാവാൻ നമുക്ക് കഴിയാതെ പോകുന്നത് കൊണ്ടാണ് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരാളായിത്തീരാൻ മറ്റൊരാൾക്ക് സാധിക്കുമോ? ഒരിക്കലും സാധ്യമല്ല. നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളാവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഒരിക്കലും സാധിക്കാറില്ല. അപ്പോൾ തീർച്ചയായിട്ടും വ്യത്യസ്തതയാണ് നമ്മളൊക്കെ. ആ വ്യത്യസ്തതയെ ഉൾക്കൊള്ളാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയണം. ആ വ്യത്യസ്തതകളിൽ തീർച്ചയായിട്ടും കഴിവുകളും പോരായ്മകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മളൊക്കെ എല്ലാം തികഞ്ഞ ഒരു മനുഷ്യനല്ല എന്ന് ആദ്യം ചിന്തിക്കുക. നമുക്കൊക്കെ പോരായ്മകളുണ്ട്, നമുക്കൊക്കെ കുറെ കഴിവുകളുമുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നതാണ് ഓരോ മനുഷ്യനും, ഓരോ വസ്തുവും, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും എല്ലാം തന്നെ ഈ വ്യത്യസ്തതയുള്ളവരാണ്. കഴിവും കഴിവുകേടുകളും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും. ആ തിരിച്ചറിവോടുകൂടി നമുക്ക് വിശാലമായ ഉയർന്ന മാനസികാവസ്ഥയോടുകൂടി ജീവിതത്തെ നമുക്ക് സമീപിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ജീവിതത്തെ കുറെ കൂടി മനോഹരമാക്കാനും കുറെ കൂടി ഉയരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനും നമുക്ക് സാധിക്കും. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന ആശംസയോടെ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.